പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കും വരെ മാതാപിതാക്കൾക്ക് മനസ്സിലൊരു ആധിയായിരിക്കും. വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ സന്തോഷത്തോടെ ആയിരിക്കുമോ കഴിയുന്നത് എന്ന ചിന്തയും. ഇപ്പോഴിതാ മകളെ വിവാഹം കഴിപ്പിച്ചയച്ച ശേഷം സാരിയും മാറി നേരെ മകളുടെ ഭർതൃവീട്ടിലേക്ക് പായുകയായിരുന്നു നടി ഉമാ നായർ. ഗൗരിയെ കണ്ണീരോടെയും സ്നേഹത്തോടെയും ഒപ്പം 1000 അനുഗ്രഹത്തോടെയുമാണ് ഉമാ നായർ വിവാഹ മണ്ഡപത്തിൽ നിന്നും ഭർതൃവീട്ടിലേക്ക് യാത്രയാക്കിയത്. അതിൻ്റെയെല്ലാം നിരവധി വീഡിയോകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മകളെ കാണാൻ അന്നു രാത്രി തന്നെ ഓടിയെത്തുകയായിരുന്നു ഉമാ നായർ ചെയ്തത്. അതിഥികളെയെല്ലാം യാത്രയാക്കി മണ്ഡപത്തിലെ കാര്യങ്ങളെല്ലാം ഒതുക്കിയ ശേഷമാണ് സാരി മാറ്റി ചുരിദാറുമിട്ട് നടി രാത്രിയോടെ കാഞ്ഞിരപ്പള്ളിയിലെ ഡെന്നീസിന്റെ വീട്ടിലേക്കെത്തിയത്. സാധാരണ സൽക്കാര ചടങ്ങുകളൊന്നും തന്നെ ആയിരുന്നില്ല. അതിനു മുന്നേ തന്നെ മകളെയും മോനെയും കാണാൻ ഉമാ നായർ തനിയെ വരികയായിരുന്നു. 2 നാൾ മുന്നെയാണ് തിരുവനന്തപുരം കവടിയാറിലെ പ്രശസ്തമായ ഉദയ പാലസിൽ വെച്ച് ഉമാ നായർ മകളുടെ വിവാഹം അതിഗംഭീരമാക്കി നടത്തിയത്. 9 വർഷത്തോളം നീണ്ട മകളുടെ പ്രണയത്തിന് മതവും ജാതിയും സാമ്പത്തികവും ഒന്നും നോക്കാതെയാണ് ഉമ സമ്മതം മൂടിയത്. കോട്ടയം കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഗൗരിയുടെ ഭർത്താവ് ഡെന്നീസും കുടുംബവും. തിരുവനന്തപുരത്തെ പട്ടം സെന്റ് മേരി സ്കൂളിൽ ഒരു സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ബാസ്കറ്റ്ബോൾ കളിക്കാരായ ഡെന്നീസും ഗൗരിയും കണ്ടുമുട്ടുന്നത്. 9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇവർ വിവാഹിതരായപ്പോൾ സ്നേഹത്തോടെ എന്തിനും ഏതിനും ഒരുമിച്ചു നിൽക്കുന്ന വീട്ടുകാരെയാണ് മലയാളികൾ മുഴുവൻ കണ്ടത്. ഹിന്ദു വിശ്വാസമനുസരിച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ മുഴുവൻ. ഗൗരിയുടെ കഴുത്തിൽ താലികെട്ടി തിരുവനന്തപുരത്തെ തനി കല്യാണം പോലെ 3 സാരികൾ മാറിയുടുത്താണ് ഗൗരി ഉച്ചയോടെ ഭർതൃവീട്ടിലേക്ക് പോയത്. കാഞ്ഞിരപ്പള്ളിയിലെ ക്രിസ്ത്യാനികളായ ഡെന്നീസിന്റെ വീട്ടിലേക്ക് ഗൗരി എങ്ങനെയായിരിക്കും വലതുകാൽ വെച്ച് കയറുന്നത് എന്ന് കാണുവാൻ കാത്തിരുന്ന ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു ഡെന്നീസിന്റെ വീട്ടുകാർ ഒരുക്കിയ സ്വീകരണം. പ്ലേറ്റിൽ മഞ്ഞവെള്ളം കലക്കി സൈഡിൽ തിരി കത്തിച്ച് ആരതി ഒഴിഞ്ഞാണ് ഗൗരിയെയും ഡെന്നീസിനെയും സ്വീകരിച്ചത്. തുടർന്ന് നിലവിളക്ക് മരുമകളുടെ കയ്യിലേക്ക് നൽകുകയായിരുന്നു. സാധാരണ ക്രിസ്ത്യൻ വീടുകളിലേക്ക് വധൂവരന്മാരെ സ്വീകരിക്കുന്നത് കത്തിച്ച മെഴുകുതിരി നൽകിയും കൊന്തകൊണ്ട് കുരിശു വരച്ച് അത് സമ്മാനിച്ചുമൊക്കെയുമാണ്. എന്നാൽ നിലവിളക്കേന്തി വലതുകാൽ വെച്ച് കയറവെ അമ്മയ്ക്ക് ദക്ഷിണ നൽകി ഡെന്നീസ് അനുഗ്രഹം വാങ്ങുന്നതും വീഡിയോയിൽ കാണാം. തുടർന്ന് അകത്തേക്ക് കയറിയ ഇരുവർക്കും പാലും പഴവുമൊക്കെ നൽകുകയും ചെയ്തിരുന്നു. പല പ്രണയ വിവാഹങ്ങളിലും വില്ലനായി കടന്നുവരുന്നത് മതവും ജാതിയും സാമ്പത്തികവും ഒക്കെയാണ്. ഇതൊക്കെ മാതാപിതാക്കൾക്ക് അഭിമാന പ്രശ്നമായി മാറുകയും മക്കളെ മറ്റൊരു വിവാഹത്തിലേക്ക് ഭീഷണിപ്പെടുത്തുകയും നിർബന്ധിച്ച് പറഞ്ഞയക്കുകയും ചെയ്യും. പിന്നീട് അവർ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് മക്കളുടെ ജീവിത തകർച്ചകൾ കൺമുന്നിൽ കാണേണ്ട കാഴ്ചയായിരിക്കും. സീരിയൽ നടി ഉമാ നായരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായിരുന്നു. മകളുടെ പ്രണയമറിഞ്ഞപ്പോൾ ജാതിക്കും മതത്തിനും സമ്പത്തിനുമൊക്കെ അപ്പുറം അതൊരു നല്ല പയ്യനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മരുമകനായിട്ടല്ല തൻ്റെ മകനായി തന്നെ ചേർത്ത് പിടിക്കുകയായിരുന്നു ഉമാ നായർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.